നമസ്കാരം. കുറച്ചു നാൾ മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചെറിയ ഒരു വശപ്പശക് നമുക്കറിയാലോ. ട്രംപ് ഇന്ത്യക്ക് നേരെ തൊടുത്തിരുന്ന കൂരമ്പ്, അതായത് താരിഫ് വർധന. നരേന്ദ്രമോദി സർക്കാർ ട്രംപിന്റെ കാൽക്കീഴിൽ തല വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തോന്നിയതുപോലെ ഞങ്ങൾ താരിഫ് ഇടും, 100% ഇടും, 150% ഇടും, അത് ഇടുകയും ചെയ്തു. ആ നിലയിൽ കളിപ്പിച്ച കളി. അതിന് പക്ഷെ ഇന്ത്യ വഴങ്ങിയില്ല. ഇപ്പോഴത്തെ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ മറ്റൊരു കാഴ്ച, അതായത് ലോക രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് അമേരിക്കയോട് അടിച്ചു നിൽക്കാൻ മനസ്സ് തോന്നിയത്, അതായത് അമേരിക്ക പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ അത് എവിടെയാണ് തുടക്കമിട്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ സഹായിക്കുന്നത് അമേരിക്ക. പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ കയറി അടിക്കുന്നു. ഇന്ത്യയില് പഹൽഗാമിൽ വലിയ അപകടം ഉണ്ടാക്കുന്നു, ദുരന്തമുണ്ടാക്കുന്നു. മതത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇന്ത്യയില് വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാനോ മറ്റോ എന്തിനായാലും അവർ ഭീകരാക്രമണം നടത്തുന്നു. ഇന്ത്യ പക്ഷേ അതിന്റെ ഇരട്ടി നാണയത്തിൽ ആരാണോ ആ പണി ഒപ്പിച്ചത് അവർക്ക് കൃത്യമായി മറുപടി കൊടുക്കുന്നു. ആ മറുപടി അമേരിക്കയുടെ ആയുധങ്ങൾ, പാകിസ്ഥാന്റെ പക്കലുള്ള ആയുധങ്ങൾ, ആ ആയുധങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അമേരിക്ക പാകിസ്ഥാനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഗൾഫ് രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ, ഇപ്പോ ഇസ്രായേല് അവിടെ വരുന്ന മിസൈലുകളെ തടുക്കാൻ അയൺ ഡോമുകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ അമേരിക്ക പാകിസ്ഥാൻ ആവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തടയിടാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ സൗകര്യങ്ങളെയൊക്കെ മറച്ചിട്ടുകൊണ്ട് ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാണ് എന്ന് അമേരിക്കയെ കൂടി ബോധിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മണ്ണിലേക്ക് കടന്ന് കയറി അടിച്ചത്. പക്ഷെ അവിടെ മറ്റൊന്നുകൂടി സംഭവിച്ചു. അമേരിക്കയുടെ അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ, അല്ലെങ്കിൽ സഹായിക്കുന്ന പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ കൊടുത്തിട്ടുള്ള പാകിസ്ഥാന് ഇന്ത്യയുടെ ആയുധങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ കൂടി പരാജയമാണ്. അത് ഇറാനും മനസ്സിലാക്കുന്നുണ്ട്, അമേരിക്കയുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന്. മാത്രമല്ല, അമേരിക്ക എന്താണ് എന്ന് ഇറാഖ് യുദ്ധത്തിൽ ഇറാന് മനസ്സിലായതുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ആയുധങ്ങളെ കവച്ചു വെക്കുന്ന രീതിയിൽ, അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ ഇറാൻ ഉത്പാദിപ്പിച്ചു കൂട്ടി. അതവിടെ നിൽക്കട്ടെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്കയുടെ, ട്രംപിന്റെ ചൊൽപ്പിടിക്ക് നിന്നില്ല. ഇന്ത്യ തല ഉയർത്തി തന്നെ നിന്നു. അവസാനം ട്രംപ് ഇന്ത്യയുടെ വഴിക്ക് വരുന്നത് കണ്ടു. ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചൈന മാത്രമല്ല, മറ്റെല്ലാ രാജ്യങ്ങളും, അതുപോലെ ഗൾഫ് രാജ്യങ്ങളും, ഒപ്പം ഇറാനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. കാരണം മറ്റു ചില രാജ്യങ്ങളൊക്കെ ഇറാൻ പറയുന്നതൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് കരാറൊക്കെ വന്ന് താരിഫ് കുറച്ച് കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. പക്ഷെ ഇന്ത്യ അനങ്ങിയില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. ഞങ്ങളെ കാര്യങ്ങൾ നോക്കും, എനിക്ക് പറ്റാൻ പറ്റുന്ന ചെയ്തോ എന്ന നിലയിൽ ഇന്ത്യ ഒരു നിലപാടെടുത്തപ്പോൾ ആ നിലപാടാണ് ശരിയെന്ന് ലോക രാജ്യങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇന്ന് ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഇറാന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയുന്നതും ഹോർമുസിലൂടെ ഇന്ന് ചൈനയുടെ കപ്പൽ കടന്നുപോയത്. അതായത് ഇന്ന് അമേരിക്കയ്ക്ക് ഒരു വിലയില്ല. ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ആ താരിഫിന്റെ അവിടെ മുതലാണ് ശരിക്കും ലോകക്രമം താളം തെറ്റിയത്, അതായത് അമേരിക്കയ്ക്ക് താളം തെറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇന്ത്യ എവിടെ നിൽക്കണം? ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ ഇന്ത്യക്കൊരു റോളുണ്ട്. ഇറാന് ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കാനും, അതേപോലെ ബ്രിട്ടനും ഫ്രാൻസിനും അടക്കം മറ്റു രാജ്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കാനും ഒക്കെ, അതായത് അമേരിക്കന്റെ പവർ അല്ലെങ്കിൽ അവരുടെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ ആയുധങ്ങളുടെ പവർ എത്രയാണ്, ഇനി അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത്. സത്യത്തിൽ ഇവിടെ ഇസ്രായേലിന്റെ 11 ശക്തി പോലും അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് തോന്നില്ല. ഇറാനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നത് അമേരിക്കയല്ല, ഇസ്രായേലാണ്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. തിരിച്ച് അതുപോലെ 10 മടങ്ങ് കിട്ടുന്നുണ്ട്. ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനും തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. നിങ്ങളിത് ഈ കാണുന്ന ചിത്രം ഇറാന്റെയും ഇസ്രായേലിന്റെയും ചിത്രമാണ്. ഇറാന്റെ മൂക്കിൽ വലിക്കാനുള്ള വലിപ്പം ഇല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ ഒന്ന് ആഞ്ഞു തുമ്മിക്കഴിഞ്ഞാൽ ഇസ്രായേൽ തീരും. പക്ഷെ ഇറാൻ അത് ചെയ്യുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ കയറി അടിച്ചാൽ മാത്രമേ തിരിച്ചതുപോലെ തിരിച്ചടിയെ കൊടുക്കുള്ളൂ. അല്ലാതെ അങ്ങോട്ട് കയറി ഒന്നും ചെയ്യില്ല. അങ്ങോട്ട് കയറി ആരെയും ദ്രോഹിക്കുന്ന ഒരു പരിപാടി ഇറാനില്ല. പക്ഷെ അമേരിക്ക അതല്ല. ആ അമേരിക്കയുടെ ധാർഷ്ട്യത്തിന്മേൽ ആര് തിരിച്ചടിക്കും, അതായത് പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നതായിരുന്നു ഇതുവരെയുള്ള ഒരു ചിന്ത. അമേരിക്കയെ ആര് പിടിച്ചു കിട്ടും? വ്യാപാരം മുഴുവൻ ഡോളറിലെ, അത് എണ്ണ വ്യാപാരമായിട്ട് എന്തോ ആയിക്കോട്ടെ. പിന്നെ ലോകത്ത് എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അവർ തീരുമാനിക്കും. ബാക്കിയുള്ളവർ മുഴുവൻ റാൻ മൂളിൽ നിന്ന് കേൾക്കും.
അപ്പൊ ഇയാൾക്ക് ആരാണ് ഈ അമേരിക്കയ്ക്ക് ആരാണെന്ന് പിടിച്ച് മണി കെട്ടുക, ലോകരാജ്യങ്ങൾക്ക് അവരുടെ ആത്മാഭിമാനത്തിൽ എങ്ങനെയാണോ നിലനിൽക്കാൻ പറ്റുക, ആരാണെന്ന് മുന്നിട്ട് ഇറങ്ങുക എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ത്യ അമേരിക്കയെ പ്രതിരോധിച്ചുകൊണ്ട് ട്രംപിന്റെ എല്ലാ നീക്കങ്ങളെയും പൊളിച്ച് കേട്ടില്ല, മൈൻഡ് ചെയ്തില്ല. അയാൾ എന്താ ചെയ്യട്ടെ, അത് എന്ത് വിചാരിച്ചാൽ നമുക്കൊന്നുമില്ല, പ്രതികരിക്കാതെ പോയത്. അത് മറ്റു രാജ്യങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പോ ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ തന്ത്രങ്ങൾ, ട്രംപിന്റെ ഈ തള്ളുകളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് അതൊക്കെ അവഗണിച്ചുകൊണ്ട്, അതായത് അമേരിക്ക എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശക്തി, ആ ഒരു എന്താ പറയാ, ഒരു തോന്നൽ ലോകരാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായി. അത് ഇന്ത്യയുമായിട്ടുള്ള ട്രംപിന്റെ ഉരസലിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ അടുത്ത കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. Different angles. Don't forget to subscribe and support this channel.